വാഹനാപകടത്തിൽ തെലങ്കാനയിലെ വനിതാ എംഎൽഎ ഇന്നലെയാണ് മരിച്ചത്. ഭാരതീയ രാഷ്ട്ര സമിതി എംഎൽഎ ലാസ്യ നന്ദിതയാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. സംഭവത്തിൽ ദുരൂഹതയേറുകയാണ്. തെലങ്കാന സംഘറെഡ്ഡി ജില്ലയിലെ അമീൻപൂർ മണ്ഡലിൽ ഇന്നലെ രാവിലെയായിരുന്നു അപകടം സംഭവിച്ചത്. ഇവർ സഞ്ചരിച്ച SUV കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവർ ചികിത്സയിലാണ്. ബസാറയിൽ നിന്ന് ഗച്ചിബൌളിയിലേക്ക് പോവുകയായിരുന്നു ലാസ്യ. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്ന് സംശയിക്കുന്നുണ്ട്. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 13-ന് നർക്കാട് പള്ളിയിലുണ്ടായ ഒരു അപകടത്തിൽ നിന്ന് നിസ്സാര പരിക്കുകളോടെ നന്ദിത രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു. അന്ന് അവരുടെ ഹോംഗാർഡ് മരിച്ചു. അന്ന് മുഖ്യമന്ത്രിയുടെ റാലിയിൽ പങ്കെടുക്കാനായി നാൽഘട്ടയിലേക്ക് പോകും വഴിയായിരുന്നു അപകടം സംഭവിച്ചത്. 1986-ൽ ഹൈദരാബാദിൽ ജനിച്ച നന്ദിത 10 വർഷം മുമ്പാണ് രാഷ്ട്രീയത്തിൽ എത്തിയത്. 2023-ലെ തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സെക്കന്ദരാബാദ് കന്റോൺമെന്റിൽ നിന്ന് വിജയിച്ചു. അതിനു മുമ്പ് കവാദിഗുഡ വാർഡിലെ കോർപ്പറേറ്ററായിരുന്നു. BRS നേതാവായിരുന്ന പിതാവ് കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. ഇതോടെ പിതാവിന്റെ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയായിരുന്നു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കുടുംബത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് പാർട്ടി അറിയിച്ചു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എക്സിൽ കുറിച്ചു. ലാസ്യ നന്ദിതയുടെ ആകസ്മിക മരണം ഞെട്ടിക്കുന്നതാണ്. നന്ദിതയുടെ പിതാവ് സ്വർഗീയ സൈന്യവുമായി അടുത്ത ബന്ധമായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ അദ്ദേഹം അന്തരിച്ചു. ഇത് വളരെ സങ്കടകരമായ അവസ്ഥയാണ്. കുടുംബത്തെ അഗാധമായ ദുഃഖം അറിയിക്കുന്നു. അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. മരണം ഞെട്ടിച്ചെന്ന് BRS നേതാവ് K. കവിത പ്രതികരിച്ചു. MLAയും സഹോദരി ലാസ്യ നന്ദിതയും വാഹനാപകടത്തിൽ മരിച്ചത് ഞെട്ടലുണ്ടാക്കി. പിതാവിന്റെ പാതയിൽ പൊതുപ്രവർത്തനത്തിൽ മുഴുകിയ ലാസ്യ നന്ദിതയുടെ ആകസ്മിക മരണം അങ്ങേയറ്റം ദുഃഖകരമാണ്. ലാസ്യ നന്ദിതയുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. അനുശോചനം കവിത എക്സിൽ കുറിച്ചു. കഴിഞ്ഞ ആഴ്ച നന്ദിതയുമായുള്ള കൂടിക്കാഴ്ച അനുസ്മരിച്ച് BRS നേതാവ് KT രാമറാവു പറഞ്ഞു. ഇത് ഒരാഴ്ച മുമ്പാണ്. ലാസ്യ ഇനിയില്ല എന്നത് ദാരുണവും ഞെട്ടിക്കുന്നതുമാണ് അദ്ദേഹം കുറിച്ചു. എന്തായാലും ലാസ്യ നന്ദിതയുടെ ഈ ഒരു അപകടം ദുരൂഹത ഉളവാക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ മാസവും ഇത്തരത്തിൽ ലാസ്യ നന്ദിത അപകടത്തിൽപ്പെട്ടപ്പോൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അന്ന് ഡ്രൈവർ മരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ അന്വേഷണം ഊർജിതമാക്കേണ്ടതുണ്ട്. ഇതിന് കൊലപാതകമാണോ, ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചതാണോ എന്നൊരു ദുരൂഹതയും ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് മുതിർന്നിരിക്കുന്നത്. മാത്രമല്ല തുടർച്ചയായിട്ടാണ് ഇത്തരത്തിൽ ലാസ്യ നന്ദിതയ്ക്ക് രണ്ടാമത്തെ തവണ അപകടം സംഭവിച്ചത്.